നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. സെയിൽസ് ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 1988 ഏതാണ്ട് 35,000-ഓളം സെയിൽസ് കോൾസ് ഒബ്സർവ് ചെയ്തതിനു ശേഷം അതിൽ എന്തുകൊണ്ടാണ് സെയിൽസ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് സെയിൽസ് നടക്കാത്തത് എന്നതിനെ കുറിച്ച് അനലൈസ് ചെയ്ത് നീൽ റേഖം എന്ന വ്യക്തി എഴുതിയ പുസ്തകമാണ് സ്പിൻ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഈ സ്പിൻ സെല്ലിംഗ് ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതില് സ്പിൻ എന്ന വാക്കിലെ ഓരോ അക്ഷരങ്ങളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. സ്പിൻ സെല്ലിംഗിലെ എസ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ എന്നാണ് അർത്ഥം വരുന്നത്. പി എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ആണ് അർത്ഥം വരുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ഇംപ്ലിക്കേഷൻ എന്നും എൻ എന്ന് പറഞ്ഞാൽ നീഡ് പേ ഓഫ് എന്നുമാണ്. ഇതൊക്കെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. ഒരു കസ്റ്റമറുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സമയത്ത് ആ കസ്റ്റമർ അടുത്ത് കൃത്യമായ രീതിയിൽ ഒരു റാപ്പോ ബിൽഡ് ചെയ്യണമെന്ന് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഒരു മികച്ച സെയിൽസ്മാൻ മികച്ച രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്കില്ലുള്ള വ്യക്തിയാണ്. ഈ 4 രീതിയിലുള്ള ചോദ്യങ്ങളിലൂടെ എത്തരത്തിൽ നമുക്കൊരു സെയിൽസ് ക്ലോസ് ചെയ്യാമെന്ന് പഠിച്ചെടുക്കാം. സിറ്റുവേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് കസ്റ്റമറുടെ സാഹചര്യം എന്താണ്, കസ്റ്റമറുടെ സിറ്റുവേഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിനാണ് സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ നമ്മൾ വിൽക്കാൻ പോകുന്നത് ഒരു വാക്യൂം ക്ലീനർ ആണെന്നിരിക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ പൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ, എങ്ങനെയാണ് വീട്ടില് പൊടിയും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ആദ്യം ചോദിക്കുന്നത്. അതല്ല, നിങ്ങൾ വിൽക്കാൻ പോകുന്നത് ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ എങ്ങനെയുണ്ട് സാർ ജീവിതമൊക്കെ, എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് ജീവിതത്തിന്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഒക്കെ മാനേജ് ചെയ്യുന്നത്, അത്തരത്തിൽ എന്ത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആണോ വിൽക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ചോദ്യങ്ങളായിരിക്കും ആദ്യം തന്നെ കസ്റ്റമറോട് ചോദിക്കുന്നത്. അതായത് സാഹചര്യങ്ങളെ കുറിച്ച് കസ്റ്റമറെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ചോദ്യങ്ങൾ. ഇതാണ് സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 2 പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉള്ള കാര്യം അറിയാം, എന്നാൽ ചില പ്രശ്നങ്ങളെ കൃത്യമായി അദ്ദേഹം കണ്ടിട്ടുമില്ല. ഈ പ്രോബ്ലംസിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സെത്തിക്കുന്ന പ്രോസസ്സാണ് പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞ വാക്യൂം ക്ലീനർ ആണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ എവിടെ തുടങ്ങേണ്ടത്? നിങ്ങൾ പറയേണ്ട കാര്യം എന്താണ്? ഈ പൊടി വലിയൊരു പ്രശ്നമാണല്ലേ, ഈ പൊടി നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടല്ലേ, ആ ഒരു എനർജി ലെവലിൽ നമുക്കൊരു കുറവ് വരാൻ ഇത് കാരണമാവുന്നുണ്ടല്ലേ. അപ്പൊ ഇത്തരത്തില് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതല്ല, ഇൻഷുറൻസ് ആണ് നിങ്ങൾ വിൽക്കാൻ പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ കസ്റ്റമറോട് സംസാരിക്കുന്നത് എന്താണ്, ഈ ഒരു ഇൻഷുറൻസ് പോളിസി ഇല്ലാത്തതിന്റെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ സാർ. ഇത്തരത്തില് ആ പ്രോബ്ലംസിനെ കുറച്ചും കൂടി വ്യക്തമാക്കി കസ്റ്റമർക്ക് കൊടുക്കുന്ന ചോദ്യങ്ങളാണ് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് കസ്റ്റമർ അദ്ദേഹത്തിന്റെ പ്രോബ്ലത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. 3 ഇംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ വാക്യൂം ക്ലീനർ ഇല്ല എന്നുണ്ടെങ്കിൽ, വീട്ടിലിങ്ങനെ പൊടി സ്ഥിരമായ രീതിയിൽ വലിക്കുകയാണെങ്കിൽ അത് നാളെ പലതരം അസുഖങ്ങൾക്ക് കാരണമാവില്ലേ, എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻ എന്നുള്ളത് കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഫ്യൂച്ചർ കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വീട്ടിലൊരു മരണം ഉണ്ടായ സമയത്ത് ഒരു ഇൻഷുറൻസ് പോളിസി ഇല്ലാഞ്ഞതുകൊണ്ട് ആ കുടുംബം ആ സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ കുടുംബത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും ഇംപ്ലിക്കേഷൻ എന്ന് ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫൈനലി നീഡ് പേ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ കസ്റ്റമർക്ക് ഒരു നീഡ് ക്രിയേറ്റഡ് ആവും. ഇത്രയും കാര്യങ്ങൾ സാഹചര്യം മനസ്സിലാക്കുകയും പ്രശ്നങ്ങളെ കണ്ടെത്തി കൊടുക്കുകയും ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തൊക്കെ ഇംപ്ലിക്കേഷൻ വരാം എന്നത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കലി കസ്റ്റമർക്ക് ഒരു നീഡ് ഉണ്ടാവും. ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വേണമെന്നുള്ള ഒരു നീഡ് ഉണ്ടാവും. ഈ നീഡ് ക്രിയേറ്റ് ചെയ്യാനും ഈ നീഡ് കുറച്ചുകൂടി അത്യാവശ്യമായി അർജന്റ് ആക്കി മാറ്റാനും സഹായിക്കുന്ന ചോദ്യങ്ങളാണ് നീഡ് പേ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വിൽക്കുന്ന വ്യക്തിയാണെങ്കിലും ഒരു കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ നല്ല ചോദ്യം ചോദിക്കുക തന്നെയാണ് മികച്ച രീതിയിൽ കസ്റ്റമറുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാനാണെങ്കിലും കസ്റ്റമർക്ക് കൃത്യമായ ഒരു കൺവിക്ഷൻ ഉണ്ടാവാനാണെങ്കിലും ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വിൽക്കാനാണെങ്കിലും എളുപ്പമാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു ഫോർമാറ്റ് ആണ് സ്പിൻ സെല്ലിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന. അവിടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക,
ചോദിക്കുക. ആ പ്രശ്നം നിലനിന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്താണെന്ന് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഇംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ആൻഡ് ഫൈനലി നീഡ് ക്രിയേറ്റ് ചെയ്യുന്ന നീഡ് പേ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടി ചോദിക്കുക. നിങ്ങൾ ഏത് ഇൻഡസ്ട്രിയിൽ എന്ത് പ്രോഡക്റ്റ് വിൽക്കുന്ന വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഈ ഒരു ടെക്നിക് സ്പിൻ സെല്ലിംഗ് നിങ്ങൾക്ക് ഒരുപാട് സഹായപ്രദമാകും. കൃത്യമായി ഇത് മാസ്റ്റർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്സിൽ ഇത് റോൾ പ്ലേയിലൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ആളുകളെ പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ ഓർഗനൈസേഷനോ അത്തരത്തിലൊരു സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ സെഷൻ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക. നിങ്ങൾ ഈ സ്പിൻ സെല്ലിങ്ങിനെ കുറിച്ച് ഈ ചെറിയ വീഡിയോയിൽ നിന്നും എന്താണ് പഠിച്ചതെന്ന് കൂടി ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.